തായ്ലൻഡിൽ ഒരു സൺസെറ്റ് കാണാൻ പോയാലോ? അങ്ങനെ ഞങ്ങൾ ഒരു സൺസെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഒരു റൂറൽ ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പം ഞങ്ങൾ ഉള്ളത് തായ്ലൻഡിൻ്റെ നോർത്ത് സൈഡിലാണ്. നക്കം സാവൻ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കോക്കിൽ നിന്നൊരു 300 കിലോമീറ്റർ അകലെയാണ്. ഒരു കമ്പനിയിലെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ഓടിയതാണ്ട സൂര്യൻ താഴുന്നതിന് മുമ്പേ ഇവിടെ എത്തി കേട്ടോ. ഇതെന്ന് പറയുന്നത് പാസൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതാണോ എന്നറിയില്ല. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു സൺസെറ്റ് കാണണമെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് തന്നെ വരണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ വാട്ടരുണിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നതിൽ. ആ വാട്ടരുൺ ചാവോ ഫ്രയ എന്ന് പറയുന്ന ഒരു റിവറിൻ്റെ തീരത്താണുള്ളത്. ആ റിവറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒറിജിൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. അവിടെ ഒരു മോണിമെൻ്റൊക്കെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവിടെ ആളുകളൊക്കെ വന്ന് നല്ല ഒരു ഈവനിങ് ടൈം നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിലേക്ക് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചാവോ ഫ്രയറിൻ്റെ റിവറാണ്. അപ്പം 2 റിവറുണ്ട് കേട്ടോ. 2 റിവർ എന്ന് പറയുമ്പോഴത്തേക്കും പിങ് നാൻ, ഇവിടുത്തെ പിങ് റിവർ, നാൻ റിവർ. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്ന് ജോയിൻ ചെയ്താണ് ഈ ചാവോ ഫ്രയ റിവർ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ഈ വാട്ടരുണിൻ്റെ ബാങ്കോക്കിലൊക്കെ ഒഴുകുന്നത് ഈ റിവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതിമനോഹരമായ വ്യൂ. ഞാൻ സൂര്യൻ താഴുന്നതിന് മുമ്പേ ഞാൻ എത്തി. അങ്ങനെ കുറച്ച് വ്യൂ ഒക്കെ എടുത്തു. കുറച്ച് പേര് ഡ്രോണൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, മുകളിൽ നിന്നൊക്കെ കിട്ടും. നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നല്ല വ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഫുള്ളായിട്ട് കണ്ടാലേ അത് നല്ല ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ ആ സ്ട്രക്ചർ കണ്ടോ? അതിൻ്റെ അകത്തൂടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നതാണ്. നല്ല ആർക്കിടെക്ചറാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ നടക്കുന്ന എല്ലാം തടി വെച്ചിട്ടാണ്. സ്റ്റെപ്പ് പോലുണ്ട് ചെറിയ. ആ തടി വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ ചെല്ലുമ്പം ആ റിവറും സൺസെറ്റും അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നതായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നു. പക്ഷേ അന്നെന്ന് വെച്ചാൽ നല്ല ക്ലൗഡി ആയിരുന്നു. അതെല്ലാം മൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. സണ്ണിനെ നന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ എടുക്കുമ്പോൾ നല്ലൊരു വീഡിയോ എടുക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു ദിവസത്തേക്ക് വന്നു. അതാ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ലോങ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്. അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം. അതൊരു നല്ലൊരു പ്ലേസാണ് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. 2 റിവർ വന്ന് ഒരു റിവറായിട്ട് ചേർന്ന് ഒഴുകിപ്പോന്നു. നല്ല കൂളാണ് കേട്ടോ ആ ഒരു സ്ഥലം. നമുക്ക് ഈവനിങ് സമയം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. സൺസെറ്റ് കാണണമെങ്കിൽ വരണം, ആണെങ്കിലും സ്ട്രക്ചർ കാണണമെങ്കിൽ നേരത്തെ വരാം. പക്ഷേ ഇതൊരു റൂറൽ ഏരിയ ആണ് കേട്ടോ. കുറച്ചും ഇങ്ങനെ ഉള്ളിലേക്ക് വരണം. നല്ലൊരു കാഴ്ചയാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തോ ചൈനീസ് ടെമ്പിളും കണ്ടാണ് ദൂരെ നിന്നേ കാണുന്നുള്ളൂ. ചൈനീസ് ലിപിയാണെന്നാണ് തോന്നുന്നത് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അതിൻ്റെ അടുത്ത് അകത്തേക്കല്ല, അതിൻ്റെ അടിഭാഗമാണത് കണ്ടോ. എന്ത് വലുതാണെന്നറിയാവോ? ഭയങ്കര ഉയരത്തിലാണ്. നല്ലൊരു ആർക്കിടെക്ചറാണ്. ഞാൻ ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ കണ്ടിട്ടേ ഇല്ല. നല്ല മനോഹരമായിട്ട് അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു മോണ്യുമെൻ്റാണ് കേട്ടോ. അതിൻ്റെ അകത്തൂടെ തന്നെ ഇതിൻ്റെ ഈ ഇടയ്ക്കെന്ന് പറയുന്നത് ഈ വോള് പോലെയെന്ന് വെച്ചാൽ അടിഭാഗത്ത് വേറൊരു ഒരു കെട്ടിടമുണ്ട്. അതിൻ്റെ അകത്ത് ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ ഒരു ചങ്ങാടം പോലെ. അതിൻ്റെ അകത്ത് ഇങ്ങനെ വീട് പോലൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഏരിയ ആയിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന നല്ല ഇതാണ്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പാസൻ്റെ ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ ടൂറ് വരുന്നവർ ഒരിക്കലും ഇങ്ങോട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇവിടെയൊക്കെ നിൽക്കുന്നവരായിരിക്കും വരുന്നത്. എന്താ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്ന പാക്കേജൊക്കെ എന്ന് വെച്ചാൽ ഫുക്കറ്റ്, ബാങ്കോക്ക് അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു റയർ വ്യൂസാണ് തായ്ലൻഡിൻ്റെ. അപ്പം എനിക്ക് കാണിക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയാണ്. അവിടെ ഒരു കെട്ടിടമുണ്ട്. അവിടെ വാഷ്റൂമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വരുന്നവർക്കൊക്കെ പോകാനൊക്കെ. ഇതിൻ്റെ അകത്ത് താഴെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കെട്ടിടമാണ്. അവരുടെ ഈ സ്ട്രക്ചറിനെ കുറിച്ചുള്ള എന്തൊക്കെയോ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അത്. പക്ഷേ ഇരുട്ടിയതുകൊണ്ട് അവരെല്ലാം അത് ഓഫാക്കിയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിൽ കയറി. കുറച്ചും കൂടെ ഒരു സന്ധ്യാസമയപ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ആയി. അവർ പല ലൈറ്റൊക്കെ ഇട്ട് അതിനെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ.
ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് രാത്രി 8 മണി വരെ അവർ അത് ഓപ്പൺ ആക്കത്തുള്ളൂ. പിന്നെ നമുക്ക് എന്താ പൈസയൊന്നും കൊടുക്കണ്ട, കയറി ചെന്ന് എല്ലാം കാണാം. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇതാ കണ്ടോ, ഇതിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, പല ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒറിജിനാന്നുള്ളത്. ചാവോ ഫ്രയ റിവർ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതാണോ എന്നറിയില്ല, ഞാനങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒറിജിനാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ പോയാൽ കുറച്ച് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഞങ്ങളവിടെ പോയിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഈ ഫ്ലോട്ട് ചെയ്ത് അവർ ഈ മോണുമെൻറ്റിൻ്റെ അവിടം വരെ കൊണ്ടുവരും. അതാണ് ഒരു 1.5 മണിക്കൂർ യാത്രയാണത്. അത് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ച് ഇവിടുന്ന് അവർ ആ റെസ്റ്റോറൻറ്റിൽ പോവും. അങ്ങനെയാണ് അവരുടെ ഒരു സംഭവം. അങ്ങനെ ഞങ്ങളിത് സന്ധ്യയായപ്പോഴത്തേക്കും തിരിച്ച് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ കണ്ടോ, ഒരു വ്യൂവും കൂടെ നമ്മൾ ലാസ്റ്റായിട്ടൊന്ന് എടുത്തു. നല്ലൊരു വ്യൂ ആണ് കേട്ടോ, എത്ര മനോഹരമാണെന്നൊക്കെ. അവിടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട് കണ്ടോ, ആ സൈഡിൽ കൂടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്ന്, എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. നമ്മൾ അത് കുറച്ചും കൂടെ ലൈറ്റിൽ ഇപ്പം കാണാൻ പറ്റി, അതുകൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് എടുത്തത്. അത് നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ. കണ്ടോ, ആ ഒരു വ്യൂ മൊത്തത്തിൽ സണ്ണങ്ങ് താന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബൈ ബൈ.